ഹായ്, നമസ്കാരം. നരേന്ദ്രമോദിയുടെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പരാമർശം അത് കുറച്ചു കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ ഏറ്റുപിടിക്കുകയും മോദി എന്തൊക്കെയോ വളരെ മോശപ്പെട്ട ഒരു പരാമർശമാണ് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതെന്നും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ അന്തിച്ചർച്ചകളിൽ അതിനെ വലിയൊരു വിഷയമാക്കുന്നുണ്ട്. നമ്മുടെ പത്രങ്ങൾ പോലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ തലക്കെട്ടടിച്ചത് മോദി ഗാന്ധിജിയെ നിന്ദിച്ചു എന്ന തരത്തിൽ ജനങ്ങൾ വായിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് തലക്കെട്ടുകൾ അടിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? ഒരു മോദി വിരോധം അതികഠിനമായി തലയ്ക്കു പിടിച്ച മാധ്യമ ശൃംഖലയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മാധ്യമങ്ങളെ എല്ലാവരെയും നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. പക്ഷേ അത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. മോദി പറഞ്ഞത് എന്താണ്, ആ പറഞ്ഞതിൻ്റെ സത്ത എന്താണ്, അതിൻ്റെ കണ്ടന്റിന്റെ ആ അർത്ഥതലം എന്താണ്, അത് മനസ്സിലാക്കാതെ മോദി ഗാന്ധിജിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിരിക്കുന്നു, ഗാന്ധിജിയെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു, ലോക ജനത അറിഞ്ഞത് ഒരു സിനിമ വന്നതിന് ശേഷമാണെന്ന് ഗാന്ധി പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലോക ജനത അറിഞ്ഞത് എന്നല്ല നമ്മളെ പത്രക്കാരും നമ്മുടെ ചാനലുകാരും ചർച്ച ചെയ്യുന്നത്. മോദി അറിഞ്ഞത് സിനിമയ്ക്ക് ശേഷമാണ് എന്ന തരത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ച് ഡൈവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, എന്തൊരു വല്ലാത്ത ഒരു മോദി വിരോധ അജണ്ടയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം. മോദി പറഞ്ഞത് എന്താണ് എന്നത് നിങ്ങൾക്ക് ഒന്ന് കൃത്യമായിട്ട് ഇതുവരെയും നമ്മുടെ മാധ്യമങ്ങൾ പറയാത്തതും നമ്മുടെ ചാനലുകൾ പറയാത്തതുമാണ്. മോദി എന്താണ് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് അത് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ഈ ഗാന്ധി സിനിമ ഇറങ്ങിയ സമയത്ത് പത്രങ്ങളിൽ വന്ന വാർത്തകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിനകത്ത് അതുണ്ട് വാർത്തകൾ. നിരവധി പേർ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും പല ആൾക്കാരും പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നോ, ഇങ്ങനൊരു വലിയ മഹാനായ ആളുണ്ടായിരുന്നോ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ സിനിമ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയധികം ഈ ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഗാന്ധിജിയുടെ ശിഷ്യനാകാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഗാന്ധിജിയുടെ ആ കാലഘട്ടത്തിൽ ഞാൻ ജനിക്കാത്തത് സങ്കടമായി പോയി. എനിക്കന്ന് ഗാന്ധിജിയെ കാണാൻ കഴിയാതായി പോയി. എനിക്ക് ഗാന്ധിജിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിയാതായി പോയി. ഇത്ര വലിയൊരു മഹാൻ ഈ ലോകത്തുണ്ടായിരുന്നു, അത് ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു അതിശയമാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞ നിരവധി വാർത്തകൾ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ ലോകരാജ്യങ്ങളിലെ പല ജനങ്ങളും പല പ്രമുഖൻ പോലും ഈ ഗാന്ധിജി അറിയുന്നത് ഈ ഗാന്ധി സിനിമയിൽ കൂടി തന്നെയാണ്. അവരത് വ്യക്തമായിട്ട് പറയുകയും അത് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കി നമുക്ക് തരികയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ വായിച്ചിട്ടുള്ള അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഈ മോദി വിരോധം ഇങ്ങനെ തലക്ക് പിടിച്ച് കുറ്റുപിടിച്ച് വല്ലാതെ ഭ്രാന്ത് പിടിച്ചപ്പോൾ മോദി പറയുന്നതിനെ എന്തിനേയും എതിർക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നത്. ഇനി ഞാൻ പറയാം. മോദി പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മഹാനായ വ്യക്തിത്വമായിരുന്നല്ലോ മഹാത്മാഗാന്ധി. അദ്ദേഹം ഈ മാധ്യമത്തിന് കൊടുത്ത സംഭാഷണങ്ങൾക്കിടയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റുപിടിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. ആദ്യ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യ സെന്റൻസ് അല്ല, പറഞ്ഞതിനിടയിലുള്ളത്. ഇതിനെയാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയായിരുന്നല്ലോ മഹാത്മാഗാന്ധി. നോക്കൂ, ഏറ്റവും മഹാനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് മോദി പറഞ്ഞു വെക്കുകയാണ്. ഒരു നിന്ദയും ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ലോകത്തിന് മനസ്സിലാക്കി നൽകാൻ കഴിഞ്ഞ 75 വർഷം നമുക്ക് കഴിയുമായിരുന്നില്ലേ? ഇതാണ് ചോദ്യം. കഴിഞ്ഞ 75 വർഷം ഈ രാജ്യം ഭരിച്ചവരാരാണ്? അവർക്കെതിരെയാണ് വിരൽ ചൂണ്ടത്, അവർക്കെതിരെയാണ് ചാട്ടൊളി എറിഞ്ഞത്, അവർക്കെതിരെയാണ് വിരൽ ചൂണ്ടി. ആ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരെ ചിങ്കിടി പാടുന്ന മാധ്യമങ്ങൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഞാൻ ഒന്നും കൂടെ വായിച്ചു തന്നെ പറയാം. അദ്ദേഹത്തെ പറ്റി ലോകത്തിന് മനസ്സിലാക്കി നൽകാൻ കഴിഞ്ഞ 75 വർഷം നമുക്ക് കഴിഞ്ഞില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞു. 75 വർഷം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റിന് ഗാന്ധിജിയെ ലോക ജനങ്ങളിൽ എത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് പല പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ച് ലോകത്തിന്റെ പല ഭാഗത്ത് എത്തുകയും അത് പലരും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എന്നുള്ള തലത്തിൽ, ഗവൺമെന്റ് മിഷൻ എന്ന തരത്തിൽ ആ മിഷനറി എങ്ങനെ വർക്ക് ചെയ്തു? ഗാന്ധിജിയെ ലോകത്തിൽ എത്തിക്കാൻ, ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഈ 75 വർഷം ഭരിച്ച ഗവൺമെന്റ് എന്ത് ചെയ്തു? അതാണ് നമ്മുടെ മോദി ചോദിച്ചത്. ആർക്കും അദ്ദേഹത്തെ പറ്റി അറിയില്ല.
ഈ പറഞ്ഞതിന് എന്നോട് മാപ്പാക്കണം. അതാ ആ വാക്ക് ആദ്യമേ സെന്റൻസ് പ്രയോഗിച്ചുകൊണ്ടാണ് ഈ പറയാൻ പോകുന്നതിനോട് എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നോക്കുക, അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് കൊണ്ടാണ്, പറയാനുള്ള ആ സാഹചര്യം ഈ രാജ്യത്തെ 75 വർഷം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് മാപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷം ലോകത്ത് ഒരു ആകാംക്ഷയുണ്ടായി. ആരാണ് അദ്ദേഹം എന്നത് സംബന്ധിച്ച് നമ്മൾ ഗാന്ധിജിയെ പറ്റി ലോകത്തിന് ഒന്നും പറഞ്ഞില്ല. അതാണ് ഈ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷം ലോകത്തിനൊരു ആകാംക്ഷയുണ്ടായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സത്യത്തിൽ ആകാംക്ഷയുണ്ടായി, അത് തന്നെയാണ് ഗാന്ധിയും പറഞ്ഞത്. ഇങ്ങനെ ഒരു മനുഷ്യൻ, എന്തൊരു ആകാംക്ഷയായിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നോ, ഇങ്ങനെ ഒരു ആള് ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ആ ആകാംക്ഷ ആ സിനിമ ഇറങ്ങിയ ശേഷം ഉണ്ടായത്. അതേ ഗാന്ധി പറഞ്ഞോളൂ, മോദി പറഞ്ഞോളൂ, യാഥാർത്ഥ്യം. ആകാംക്ഷയുണ്ടായി. ആരാണ് ഇദ്ദേഹം എന്നത് സംബന്ധിച്ച്, അതാണ് ആരാണ് ഇദ്ദേഹം എന്നത് സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് ആകാംക്ഷ ഉണ്ടായി. ഇത് ഹിന്ദിയിൽ നിന്നുള്ള പരിഭാഷ ആയതുകൊണ്ടും ആണ് ഈ തരത്തിൽ വരും. നമ്മുടെ മലയാള സെന്റൻസിന് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഗാന്ധിജിയെ പറ്റി ലോകത്തോട് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോ 75 വർഷം ഭരിച്ചിട്ട് ഈ ഗവൺമെന്റ് ഗാന്ധിജിയെ കുറിച്ച് എന്തെങ്കിലും ലോകത്തോട് പറഞ്ഞിട്ടുണ്ടോ? പറയട്ടെ. ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയെ ഞാൻ അറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന് മോദി പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ വാർത്തകൾ ഇങ്ങനെ ഈ സെൻസേഷൻ ആക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ, അതിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ, ഈ 75 വർഷം ഭരിച്ച കോൺഗ്രസ് ഉൾപ്പെടെ പറയേണ്ടതല്ലേ? എന്തെങ്കിലും നിങ്ങൾ ചെയ്തിരുന്നോ? അതാണ് മോദി ചോദിച്ചത്. ഈ രാജ്യത്തിന്റെ കടമയായിരുന്നു ഗാന്ധിയെ പറ്റി പറയുക എന്നത്. ഇതാണ് മോദി പറഞ്ഞത്. കടമയായിരുന്നു, ഉറപ്പാണ്, അതേ പറഞ്ഞിട്ടുള്ളൂ. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകം അറിഞ്ഞിരുന്നു. അതെ, ഗാന്ധിജി അവരെക്കാൾ ഒട്ടും കുറഞ്ഞ ആളായിരുന്നില്ല. നോക്കൂ, നെൽസൺ മണ്ടേലയുടെയും അതുപോലെ മാർട്ടിൻ ലൂതറിനോടെയും കാൽ മുകളിലാണ് ഗാന്ധിജി എന്നാണ് മോദി പ്രസ്താവിച്ചു വച്ചിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാം അത്. കാരണം ഇവിടെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം 10 പ്രാവശ്യം പറഞ്ഞാൽ സത്യമാവും എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നത്, പിന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകം അറിഞ്ഞിരുന്നു. ഗാന്ധിജി അവരെക്കാൾ ഒട്ടും കുറഞ്ഞ ആളായിരുന്നില്ല. മോദിയുടെ അഭിപ്രായമാണ്, മോദി പറഞ്ഞ വാക്കാണ്. ഒട്ടും കുറവായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വളരെ മുകളിലായിരുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ സന്ദർശിച്ച അനുഭവത്തിൽ നിന്നും ഞാൻ പറയുകയാണ്. അദ്ദേഹം ലോകരാജ്യത്ത് ഏറ്റവും അധികം സന്ദർശിക്കുകയും പല പ്രദേശത്തും പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയുന്നു, ഗാന്ധിജി ഞാൻ പറയുകയാണ്, ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ഭാരതത്തിന് വലിയ അംഗീകാരം നേടിത്തരേണ്ടവയാണ്. ലോകത്തിലെ പല പ്രതിസന്ധികൾക്കും പരിഹാരം ഗാന്ധിയാണ്. നോക്കൂ, ഇതിനേക്കാൾ അപ്പുറം ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താനുണ്ടോ? അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് അഭിമാനത്തോടെ പറയാനുണ്ടോ? ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന നമ്മുടെ ഗാസ യുദ്ധങ്ങൾ, ഇസ്രായേൽ യുദ്ധങ്ങൾ പോലുള്ള യുദ്ധങ്ങൾ, അതൊന്നും എടുത്തു പറയേണ്ടതില്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരേ ഒരു പരിഹാരം ഗാന്ധിജിയാണെന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ നിന്ദിച്ചു എന്ന് ഇവന്മാർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? ആ അർത്ഥങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട്. അതാണ്, ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ഭാരതത്തിന് വലിയ അംഗീകാരം നേടിത്തരേണ്ടവയാണ്. ലോകത്തിന് പല പ്രതിസന്ധികൾക്കും പരിഹാരം ഗാന്ധിയാണ്. എന്നാൽ നമ്മൾ ഗാന്ധിയെ ലോകത്തിന് മുന്നിലേക്ക് അത്തരത്തിൽ അവതരിപ്പിച്ചില്ല. ശരി തന്നെയാണ്, 110-200% ശരി തന്നെയാണ്. നമ്മൾക്ക് ഗാന്ധിജിയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പലതും നഷ്ടപ്പെടുത്തി. ശരിയല്ലേ? ഇത് പറയുമ്പോഴാണ് ചൊറിയുന്നത് പലർക്കും. ഇത് പറയുമ്പോഴാണ് ചിലർക്ക് വിഷമം തോന്നുന്നത്. 75 വർഷം ഭരിച്ചിട്ട് സ്വന്തം കഴിവിനെ മാത്രം ഉയർത്തിക്കാണിച്ച് ഞാനൊരു വലിയ വിശ്വ പൗരനാണെന്ന് വരുത്താൻ മാത്രമാണ് നമ്മുടെ നെഹ്റു ശ്രമിച്ചത്. പക്ഷെ നെഹ്റുവിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. നെഹ്റു നമ്മുടെ രാഷ്ട്ര ശില്പി എന്നതാണ് സ്വന്തമില്ല. പക്ഷെ നെഹ്റു രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു വിശ്വ പൗരൻ ഒരു സ്വയം നടത്തി പ്രചരിപ്പിക്കാൻ, അവിടെ ഗാന്ധിജിയെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ വ്യക്തിത്വത്തിനും തൻ്റെ ഈ ലോക പൗരൻ എന്നുള്ള ആ പ്രചരിപ്പിക്കാനുള്ള ശക്തിയും അല്ലെങ്കിൽ അത് ജനങ്ങളിൽ എത്തില്ല. പകരം ഗാന്ധിജിയെ ചവിട്ടി വയ്ക്കുക, ഗാന്ധിജിയുടെ പുസ്തകങ്ങളൊക്കെ വിട്ട് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ വിശ്വപൗരൻ എന്ന് പറഞ്ഞ ഗാന്ധിജിയില്ല, ഞാനാണ് എന്ന തരത്തിൽ അദ്ദേഹം പ്രചരിപ്പിച്ചു. അതിന് ഗവൺമെന്റ് മിഷനറി അദ്ദേഹം ഉപയോഗിച്ചു നെഹ്റു എന്നതാണ്. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഞാൻ വായിച്ചു, അതെ, നമ്മൾ പലതും നഷ്ടപ്പെടുത്തി. ഗുജറാത്തിൽ ഞാൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റി
നിർമ്മിച്ചു. ആ ഒരു വരിയിൽ എന്തുമാത്രം അർത്ഥമാണെന്ന് അറിയാമോ മോദി വച്ചിരിക്കുന്നത്? അതായത് ഈ നമ്മുടെ ഗുജറാത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന പട്ടേലിനെ പിന്നെ സ്റ്റാച്ചു ആണ്. പട്ടേൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ പട്ടേലിനെ നമ്മൾക്ക് പിൻവരുന്ന പിള്ളേർക്ക് അറിയാമോ? ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ എത്ര കുട്ടികൾക്ക് അറിയാം പട്ടേൽ ആരാണെന്ന്? നെഹ്റുവിനെ അറിയാമായിരിക്കാം, ഗാന്ധിജിയെ അറിയുമായിരിക്കാം, ഇപ്പൊ മോദിയെ അറിയാം, പിന്നെ രാഹുൽ ഗാന്ധിയെ അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് പട്ടേൽ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ആ പട്ടേലിനെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിയതാണ് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അതാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. അതാണ് ചെയ്തത്. ആ ഒറ്റ വരിയിലാണ് അദ്ദേഹം എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നു. ഗുജറാത്തിൽ ഞാൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ചു. ഞാൻ നിർമ്മിച്ചു എന്ന് പറയുന്ന അഹങ്കാരം പറയുന്നതല്ല മോദി. അവിടെ ചിലപ്പോൾ അതിനെ വ്യാഖ്യാനിക്കും നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ. ഞാൻ നിർമ്മിച്ചു, അദ്ദേഹം അയാളെ ഇങ്ങനെ ഉപകെടുത്തുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടായത്, അവിടെ ഉണ്ടായ വളർച്ച, അവിടെ ഉണ്ടായ വികസനം, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന, പണ്ട് അവിടെ പോയവരെല്ലാം ഇപ്പോൾ പോയിട്ട് വന്നിട്ട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നടന്ന ആ പ്രദേശത്ത് വല്ലാതൊരു മാറിയിരിക്കുന്നു. ലോകം അവിടെ വരുന്നു. ലോകത്തിലെ ആൾക്കാർ അവിടെ ഇപ്പോൾ വലിയൊരു തീർത്ഥാടനമായിട്ട് അവിടെ വരുന്നു. ലോക ജനത വരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ഇതെന്തുകൊണ്ട് ഗാന്ധിജിയുടെ ഒരു പ്രദേശത്തേക്ക് അങ്ങനെ ഇപ്പോഴാരെങ്കിലും ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് വരുന്നത് പോലെ ഇന്ത്യയിലെ എവിടെയെങ്കിലും ഗാന്ധിജിയുടെ ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിലൊരു ഒഴുക്ക് വരുന്നുണ്ടോ? ആരാണ് കുഴപ്പക്കാർ? 75 വരെ ഭരിച്ചവരല്ലേ എന്ന് ഗാന്ധി ചോദിക്കുമ്പോൾ എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്ര ഒരു ചൊറിച്ചിലും അതിന്റെ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് പറയാൻ. എന്തായാലും ഉപ്പ് സത്യാഗ്രഹം, പിന്നെ ദണ്ഡിയിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഞാൻ നിർമ്മിച്ചു, നിങ്ങളെല്ലാം അവിടെ പോയി കാണണം. ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. ഇനിയും പറയുന്നുണ്ട് മോദി പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇത്രമാത്രം പറയുന്നു, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം. കേരള മാധ്യമങ്ങൾ ഒരു പ്രത്യേക അജണ്ട വെച്ചിട്ടുണ്ട്, മോദി വിരോധം. പക്ഷേ അതിൻ്റെ ഗുണം മോദിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പുരാണങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പുരാണത്തിൽ പറയുന്നുണ്ട്, രാമായണത്തിൽ ബാലിക്ക് ശത്രു വന്നാൽ ആ ശത്രുവിന്റെ പകുതി ശക്തിയും കൂടി ബാലിക്ക് കിട്ടും എന്നൊരു പുരാണത്തിൽ ഒരു വയ്പുണ്ട്. അതേ സിസ്റ്റം തന്നെയാണ്, അതേ സമ്പ്രദായം തന്നെയാണ് മോദിക്ക് ലഭിക്കുന്നത്. ശത്രുക്കൾ എതിർക്കട്ടെ, ശത്രുക്കൾ കള്ളം പ്രചരിപ്പിക്കട്ടെ, പക്ഷേ അതിന്റെ 10 ഇരട്ടി ആ എതിർക്കുന്നവരുടെ പകുതി ശക്തി മോദിയിലേക്ക് വരുന്നു. മോദി, അത് തന്നെയാണ് മോദി.